ടിയുടെ കഴിഞ്ഞ പടത്തിലെ നായികയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതും സാക്ഷാൽ ഭരത് ഗോപിയുടെ ഭാര്യാവേഷത്തിൽ. താരതമ്യേന പുതിയ ആളായ സംവിധായകൻ നായികയെ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം നായിക സെറ്റിലേക്ക് വന്നു. നല്ലൊരു കഥാപാത്രം ലഭിച്ചതിൻ്റെ ആത്മസംതൃപ്തിയുണ്ടോ? നായികയുടെ സുന്ദരമുഖത്തേക്ക് സംവിധായകൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. അവിടെ നിർവികാരത. ഇടയ്ക്ക് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ, പിന്നെ എന്തിനയാൾ എന്നെ വിളിച്ചു എന്നൊരു ഭാവവും തെളിയുന്നുണ്ട്. ടിയുടെ ക്ലാസിക്കിൽ നായികയായി അഭിനയിച്ചിട്ടും എന്താണ് ഇങ്ങനെ? സംവിധായകൻ ചിന്തിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കഥാപാത്രത്തോടുള്ള സഹകരണത്തിൽ, സമീപനത്തിൽ നായിക സംവിധായകനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഉദയ സ്റ്റുഡിയോയിലെ രാഗിണി കോട്ടേജിലായിരുന്നു നടിയുടെ താമസം. ഒരു ദിവസം സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, നായിക രാത്രി മുഴുവനുമിരുന്ന് വായനയാണ്. 3 മണിവരെ വായന തുടരും. ശേഷം പുറത്തു വന്ന് അവർ സെക്യൂരിറ്റിയോട് സൈക്കിൾ ആവശ്യപ്പെടും. തുടർന്ന് നേരം പുലരുന്നതുവരെ സ്റ്റുഡിയോയിൽ സൈക്കിൾ ചവിട്ടും. സംവിധായകനിൽ നായിക പിന്നെയും പ്രഹേളികയായി. ഒരു ദിവസം നായികയില്ലാത്ത നേരത്ത് അദ്ദേഹം നടിയുടെ റൂം പരിശോധിച്ചു. മുറി നിറയെ പുസ്തകങ്ങൾ, എല്ലാം ചോരമരവിപ്പിക്കുന്ന പ്രേതകഥകൾ. ഒരു നിമിഷത്തെ ഞെട്ടലിനു ശേഷം അദ്ദേഹം നായികയുടെ റൂമിന്റെ വാതിലടച്ച് പുറത്തിറങ്ങി. ഫാസിൽ എന്ന ആ സംവിധായകനെ ഞെട്ടിച്ച നായിക സംഗീത നായിക്കാണ്. മാമാട്ടിക്കുട്ടിയമ്മയുടെ വളർത്തമ്മ സേതുലക്ഷ്മിയായി മലയാളികൾ അടുത്തറിഞ്ഞ സംഗീത നായിക്. ചിത്രം പുറത്തിറങ്ങി 40 വർഷം പിന്നിടുമ്പോഴും സംഗീത നായിക് ഇന്നും നിഗൂഢതയായി തുടരുന്നു. നൈനിറ്റാളിലെ സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുന്ന ഹിമഗണം പോലെയുള്ള ഒരു പെൺകുട്ടി വിമല സങ്കടത്തോരാമഴയായി ജീവിക്കുന്നതിനിടയിൽ ശിശിരത്തിൻ്റെ വില്ലീസു മാറ്റി സുധീർ കുമാർ മിശ്ര എന്ന ചെറുപ്പക്കാരൻ അവൾക്കരികിലേക്ക് എത്തുന്നു. ജീവിതത്തിൽ അങ്ങനെ ആദ്യമായി വിമല സ്നേഹിക്കപ്പെട്ടു. ടിയുടെ ക്ലാസിക് നോവലിൻ്റെ അനുകൽപ്പനത്തിൽ വിമലയായിട്ടാണ് സംഗീത നായിക്കിൻ്റെ മലയാള തുടക്കം. പൂർണ്ണമായും ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ മഞ്ഞിൽ നായികയായി മലയാളത്തിലെ സാധാരണ നായികമാർ പറ്റില്ലെന്ന തിരിച്ചറിവിലാണ് ബംഗാളിയിലും ഹിന്ദിയിലും സിനിമകൾ ചെയ്തിരുന്ന സംഗീതയെ വിമലയാകാൻ ടി പരിഗണിക്കുന്നത്. ആ ശിശിരമുരുകിത്തീർന്നപ്പോൾ ഇനിയും വരുമെന്ന ഉറപ്പ് വിമലയ്ക്കു നൽകി സുധീർ നൈനിറ്റാളിനോട് വിട പറഞ്ഞു. അടുത്ത ശിശിരത്തിനു വേണ്ടി വിമല മഞ്ഞുകാല പക്ഷിയെപ്പോലെ കാത്തിരുന്നു. പക്ഷേ പിന്നീടൊരു ശിശിരവും സുധീറിനെ വിമലയ്ക്ക് മടക്കി നൽകിയില്ല. വിമല സംഗീതയെ സംബന്ധിച്ച് അവരുടെ കരിയറിലെ ഒരു നിധി തന്നെയായിരുന്നു. 25 അവധി ദിനങ്ങൾ സങ്കടക്കുടുക്കയായ വിമല ടീച്ചറിൽ ഉണ്ടാക്കുന്ന ആശയും ആശാപങ്കവും നോവലിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ സംഗീത തിരയിലെത്തിച്ചു. സിനിമ കച്ചവട വിജയമായില്ലെങ്കിലും ടിയുടെ പ്രിയ സിനിമയിലെ നായിക എന്ന നിലയിൽ സംഗീത നായിക് ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടു. വിമലയെ അനശ്വരമാക്കിയതിന് സംഗീതയ്ക്ക് ലഭിച്ച ഉപഹാരമായിരുന്നു മാമാട്ടിക്കുട്ടിയമ്മയിലെ കഥാനായിക സേതുലക്ഷ്മി. സ്ത്രീമനസ്സിൻ്റെ ആഴമറിഞ്ഞ് ഫാസിലൊരുക്കിയ സേതുലക്ഷ്മിയായി സംഗീത നായിക്കിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് നന്നായി കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ ലഭിച്ചു. നോട്ടപ്പിശക് മൂലം കൺമുന്നിൽ സ്വന്തം മകൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ടൊരു അമ്മ സേതുലക്ഷ്മി. ദുർവിധിയുടെ ക്രൂരമുഖം കണ്ടവൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മനസ്സ് തന്നെ ആയിരുന്നു. ആ മുറിവ് തുന്നിക്കൂട്ടാൻ കാലം പിന്നെയും ഒരു മകളെ, ടിൻഡുമോളെ അവൾക്ക് ദത്തു നൽകി. ബോളിവുഡ് നായികയ്ക്ക് സഹജമായ വച്ചുകെട്ടലില്ലാതെ അനായാസമായി തന്നെ സേതുലക്ഷ്മിയെ സംഗീത നായിക് പകർന്നാടി. കഥാപാത്രത്തെ സ്നേഹിച്ചതിനപ്പുറം മലയാള സിനിമയെ അത്ര കണ്ട് നടി സ്നേഹിച്ചിരുന്നോ എന്ന് സംശയം. സഹപാഠിയും സുഹൃത്തും ജൂഹുവിലെ പൃഥ്വി തിയേറ്ററിൽ തൻ്റെ സഹപ്രവർത്തകനുമായ അരുണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മഞ്ഞിലെ വിമലയാവാൻ നടിയെത്തുന്നത്. അന്ന് സിനിമയെ കച്ചവടം എന്നതിലുപരി കലാപരമായി സംഗീത കണ്ടിരുന്നില്ല. എഴുത്തുകാരനെന്ന നിലയിൽ ടിയുടെ തലപ്പൊക്കവും അറിയില്ല. മഞ്ഞിലെ വിമലയായപ്പോഴാണ് ചലച്ചിത്രകലയിലുള്ള വിശ്വാസവും ആദരവും കൂടിയതെന്ന് നടി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് സ്റ്റീലറായ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ശേഷം നടി ചൂസ് ചെയ്തത് ഒരു ആർട്ട് സിനിമയാണ്. വിജയൻ കരോട്ട് UA ഖാദറിൻ്റെ തൃക്കോട്ടൂർ പെരുമയിൽ നിന്ന് അടർത്തിയെടുത്ത ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണിലെ ജാനകി എന്ന നായികാവേഷം. ആണധികാരത്തിനെതിരെയുള്ള പെൺ പ്രതിരോധത്തിൻ്റെ കഥ പറയുന്ന ചിത്രത്തിലെ ജാനകി സംഗീതയ്ക്ക് പെർഫോം ചെയ്യാനുള്ള വേഷമായിരുന്നു. 85-ൽ പുറത്തിറങ്ങേണ്ട ചിത്രം പക്ഷേ 5 വർഷം പെട്ടിയിൽ കിടന്നു. പിന്നീട് ഒരു മലയാള സിനിമയിൽ നടിയെ കണ്ടിട്ടില്ല. മുംബൈയിലേക്ക് തിരിച്ചുപോയ സംഗീത 90കളുടെ തുടക്കത്തിൽ ചില കന്നഡ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരൊറ്റ വർഷം 2 ക്ലാസിക്കുകളിൽ നായികാ സാന്നിധ്യം അറിയിച്ച സംഗീത നായിക്കിൻ്റെ അപ്ഡേറ്റ്സ് നാളിതുവരെ മലയാളികൾക്കും ലഭിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം അകന്ന് അന്ന് ഫാസിലിനെ അതിശയപ്പെടുത്തിയതുപോലെ തീർത്തും നിഗൂഢമായൊരു ലോകത്തിരുന്ന് സംഗീത മാറിയ ഇന്ത്യൻ സിനിമയുടെ ശക്തി ദൗർബല്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവണം.